എല്ലാവരും ശ്വാസം ഇടാതെ എന്റെ പിന്നാലെ വന്നാ മതി. ശ്വാസം വിടാൻ ഞാൻ ചത്തുപോകില്ലെന്ന് എനിക്കൊരു സംശയം. ദിനകര അച്ഛൻ കുറിച്ചു. അത് ഞാനല്ലടാ, ശരിക്കുള്ള പട്ടിയ. രാമകുമാർ എവിടെ പോയ? ഇതിപ്പോ എവിടെ? ഇവിടെ ഒരു ചെറുത്തന്മാരും ഇല്ലേ? ബാത്റൂം ആ ശരി. നീ ആരാ? പ്ലംബറാ, ഞാൻ പൈപ്പ് ശരിയാക്കാൻ വന്നതാ. പണി കഴിച്ചിട്ട് പോടാ. ഓ അല്ല, സാറ് മൂത്രമൊഴിക്കണല്ലേ? ഞാൻ മൂത്രമൊഴിച്ചില്ല. അത് ഞാനാ മൂത്രമൊഴിച്ചത്. ഓ സോറി സോറി. ഓ എനിക്ക് അങ്ങനെയൊന്നുമില്ല. പോറ്റെ പോറ്റെ പോറ്റെ. ഇതിപ്പോ എവിടെ ഒന്ന് കൊണ്ടുപോയി ചാരുക? പട്ടിക്കൂട്ടി കൊണ്ടേ കിടത്താം. അവർക്ക് ഇഷ്ടാവോ? ഇഷ്ടമായില്ലെങ്കിൽ അവരോട് കൊണ്ടുവരാൻ പറ. ജനാർദ്ദനക്കുറുപ്പിനെ കുളിമുറിയിലിട്ട് പൂട്ടി. ചന്ദ്രക്കുറുപ്പ് ഇതിനകത്തില്ല. വത്സലേ വത്സലേ വത്സലേ. ഞങ്ങള് നാരായണമ്മ ഷാഭാവിച്ചു വിട്ട ശൈവഭൂതങ്ങളാ. തുമ്പശ്ശേരിക്കുറുപ്പ് ആളെ വിട്ട് മോഷ്ടിച്ചെടുത്ത മാഷിന്റെ വീട്ടിലെ സ്വർണ്ണാഭരണങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? വേഗം പറ. എന്തൊക്കെയോ പെട്ടികള് ആ ചിന്നക്കുറുപ്പിന്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടേ. അവര് തമ്മിലിപ്പോ വലിയ സ്നേഹത്തിലാണ്. ശൈവഭൂതങ്ങളോട് കളവ് പറയരുത്. സത്യമാണ് ഭൂതങ്ങളെ, അതൊന്നും ഇവിടെ ഇല്ല. ഒക്കെ ചിന്നക്കുറുപ്പിന്റെ വീട്ടിൽ കാണും. ഭൂതങ്ങൾ എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ എന്നും മാഷയുടെ ഭാഗത്താ, സത്യത്തിന്റെ ഭാഗത്താ. മാഷോട് കൂറ് പ്രഖ്യാപിച്ച നിന്നെ ഭൂതങ്ങൾക്ക് ഇഷ്ടമായി. നിനക്ക് നല്ലൊരു മനസ്സുണ്ട്. ഇനി ദുഷ്ടചിന്തകളെല്ലാം കൈവെടിഞ്ഞ് 3 നേരം പ്രാർത്ഥനയും പൂജയുമായി കഴിയണം. എന്നെങ്കിലും നാട്ടുകാരുടെ വെടികൊണ്ട് തുമ്പശ്ശേരിക്കുറുപ്പ് ഒരു മനുഷ്യനാവും. അതോടെ പൂജ നിർത്താം. പൂജ നിർത്താം. കുറുപ്പിനെ നാളെ പട്ടിക്കൂട്ടി കാണാം. വേഗം മൂടിപ്പോച്ച് കിടന്നു. ചിന്നക്കുറുപ്പെങ്കിൽ ചിന്നക്കുറുപ്പ് ഇന്ന് തന്നെ അവിടെ കയറണം. അവിടെ ഇനി നാളെ കേറിയാൽ പോരെ? സമയം എത്രയായില്ലേ? നാളേക്ക് വെച്ച ചിലപ്പോ ജീവിതത്തിന്റെ ഗതി തന്നെ മാറിയെന്ന് വരും. എന്നാ ഗതി മാറ്റണ്ട. എല്ലാ ഭൂതങ്ങളും ചിന്നക്കുറുപ്പിന്റെ നേരെ ചെല്ലട്ടെ. കാല് പിടിച്ച് മാപ്പറിന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. കാലുമ തൂങ്ങിച്ചാവണ ആളെ ആദ്യമായിട്ട് കാണുക. കാല് വിടറി. രുക്മിണി എന്നാണല്ലേ പേര്? തൂങ്ങിച്ചാവാൻ പോവുമായിരുന്നു അല്ലേ? ഇതിനുമുമ്പ് തൂങ്ങിയിട്ടുണ്ടോ? കാലില് കയറ് കുടുങ്ങിപ്പോ പാമ്പാണെന്ന് വിചാരിച്ച് ഞാൻ പേടിച്ചുപോയി. എന്നെ കാണാൻ ഒരു ഭംഗിയില്ലല്ലേ? അത് ഇങ്ങനെ നേരിട്ട് കണ്ടോണ്ടാ. എന്റെ പേര് ദിനകരൻ. അച്ഛൻ നാരായണ മാഷ്. ഇതുപോലെ വേഷം കെട്ടി പുറത്തെവിടെയുണ്ട്. അമ്മ സ്ഥലത്തില്ല. അനിയത്തി രാധ, അവളീ വേഷം കെട്ടിയിട്ടില്ല. നമ്മളിങ്ങനെ ചിന്നക്കുറുപ്പിന്റെ പറമ്പിൽ നടന്നു കളിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ വീടിനകത്ത് വലിയൊരു വിഷപ്പാമ്പുണ്ടല്ലോ. ചിന്നക്കുറുപ്പ് നിങ്ങളുടെ അച്ഛൻ. അതെന്റെ ചെറിയച്ഛനാ. അച്ഛൻ മരിച്ചുപോയി. ഓ, അപ്പൊ അച്ഛന്റെ അടുത്തേക്കുള്ള പോക്കായിരുന്നു അല്ലേ? എന്നാ പിന്നെ പോകുന്നതിന് മുമ്പ് ഒരു നല്ല കാര്യം ചെയ്തൂടെ? അകത്തേക്ക് പോയി ദിനകരനെയും കാണാനില്ല. പുറത്തു നിന്നാ അധികാരിയും കള്ളന്മാരെയും ഒന്നും കാണാനില്ല. അവര് പിന്നെ എവിടെ പോയി? അവരെനി വല്ല കള്ളന്മാരും പിടിച്ചോണ്ടോയോ? ഇവിടുത്തെ പത്തായപ്പുരയില് ആ കുറുപ്പ് എന്തൊക്കെയോ കൊണ്ടുവച്ചിട്ടുണ്ട്. പത്തായപ്പുരയുടെ താക്കോല് ചെറിയച്ഛന്റെ തലേണയുടെ താഴെ ഉണ്ടാവും. എവിടെയാ തലേണ? ഓ,
എന്താകത്തൊരു ശബ്ദം? അപ്പൊ മറ്റതോ? ഓ, ഞാൻ വിചാരിച്ചു ബെഡ്റൂമിൽ ജനറേറ്റർ ഓൺ ചെയ്ത് വെച്ചിരിക്കാന്ന്. സൂക്ഷിച്ച്. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. പറയേ, ഞാൻ എന്ത് പ്രത്യുപകാരം ചെയ്യണ്ടേ? ഈ കാട്ടുജാതിക്കാരുടെ കൂടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇതിനകത്ത് ജീവിക്കാതെ ഇനിയുള്ള കാലം ഞങ്ങളെപ്പോലുള്ള നാട്ടുജാതിക്കാരുടെ കൂടെ പുറത്ത് കഴിഞ്ഞൂടെ? അങ്ങനെ കുറച്ചു കാലം നന്നായി ജീവിച്ച് ഒടുക്കം മനസമാധാനത്തോടെ തൂങ്ങി മരിക്കുന്നല്ലേ ബുദ്ധി? ദിനകരൻ അച്ഛാ, കിട്ടിയോ? സ്വർണം കിട്ടിയോ? സ്വർണം കിട്ടിയില്ല, സ്വർണം പോലത്തെ ഒരു പെണ്ണിനെ കിട്ടി. പേര് രുക്മിണി. ചിന്നക്കുറുപ്പിന്റെ വീട്ടിലെ ജീവിതം എടുത്ത് തൂങ്ങി മരിക്കാൻ പോവായിരുന്നു. ഞാൻ ആദ്യം ഇവളെ കട്ടു. കാണാതെ പോയ സകല ഉരുപ്പടിയും ഇവിടുത്തെ പത്തായപ്പുരയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ദാ അതിന്റെ താക്കോല്. ഇനി അതുകൂടി കട്ടാ മതി, ഇല്ല അച്ഛാ? നമ്മുടെ സ്വർണ്ണം അല്ലാതെ വേറെ ഒന്നും കക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ? സാരമില്ല, എന്തായാലും ഞാൻ കട്ടു. ഇനി ഇവിടെ തിരിച്ചാരും കക്കാതെ നമ്മൾ നോക്കിയാ പോരെ അച്ഛാ? മതി. അതിനു മുമ്പ് പത്തായപ്പുര കാലിയാക്കുക. കോഴി ഇപ്പൊ കൂവും. ദാ കൂവി. അയ്യ, അത് കോഴിയല്ല, കുറുക്കനാ. ചന്ദ്രപ്പനാണോന്ന് സംശയം. സംശയം വേണ്ട, ചന്ദ്രപ്പൻ തന്നെയാ. ഉറങ്ങാണോന്ന് സംശയം. ഉറങ്ങുന്നല്ല, ഫുൾ ഫിറ്റാ. ഏയ്, ആദ്യം നമുക്ക് ഇവിടുന്ന് മാറ്റാം. മടക്കിക്കോ, മടക്കിക്കോ. വേണ്ട, കൊണ്ടുപോ. അങ്ങോട്ട് കൊണ്ടുപോ. അയ്യോ, പെട്ടിയിലിട്ട കാറ്റ് പോവുന്ന സംശയം. ഓ, ഈ അധികാരിയുടെ ഒരു ഒടുക്കത്തെ സംശയം. ഇതൊന്നും അത്ര പെട്ടെന്ന് കാറ്റുപോണ സൈസ് അല്ല. പെട്ടിക്കണി ദൂരമുണ്ട്, വേണമെങ്കിൽ ഒരെണ്ണം കൂടി ഇടാം. ഉള്ള ദ്വാരങ്ങളിൽ ധാരാളാ. ആ, എന്നാ ഇനി അടയ്ക്കാം. അടച്ചു. ഓ, എന്തോരം സാധനങ്ങളാ. സംശയിക്കണ്ട, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് കുറുപ്പിന്റെ ആൾക്കാർ കട്ട സാധനങ്ങളാ. മോനെ ദിനകരാ, രാധയുടെ ആഭരണങ്ങള് ഒന്നും വിറ്റിട്ടില്ല, പണയം വെച്ചിട്ടില്ല, എവിടേക്കും കൊണ്ടുപോയിട്ടില്ല. ഇന്ന് തന്നെ ചിന്നക്കുറുപ്പിന്റെ വീട്ടിലും കയറണമെന്ന് നീ വാശി പിടിച്ച് നന്നായി മോനെ. ഇല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ നാളെ നാട് കടന്നേനെ. ഇന്ന് തന്നെ കയറിയതുകൊണ്ട് ഈ പത്തായപ്പുരയുടെ താക്കോലെടുത്ത് തരാൻ എനിക്ക് രുക്മിണി കിട്ടി. നാളെ ആയിരുന്നെങ്കില് അവള് ജീവനോട് ഉണ്ടാവില്ലായിരുന്നു. നമുക്ക് ഈ താക്കോലും കിട്ടില്ലായിരുന്നു. മോള് പേടിക്കണ്ട, അവൻ തിരിച്ചു വരും. അവൻ എന്റെ മോനാ. ഒരപകടവും കൂടാതെ തിരിച്ചു വരും. ബാ. എല്ലാവരും നല്ലപോലെ വെള്ളമൊഴിക്ക. എന്റെ കുളി കഴിഞ്ഞു, എന്റെ മേത്ത് ഒഴിക്കണ്ട. എല്ലാവരും കുളിക്കുക, എന്നിട്ട് ആ കരിയൊക്കെ അങ്ങോട്ട് തേച്ച് കളയാ. അപ്പോ പറഞ്ഞതൊക്കെ എല്ലാവരും കേട്ടല്ലോ. എല്ലാവരും കുളി നിർത്തി ശ്രദ്ധിക്കുക. ഒരു 6-7 മാസത്തിനുള്ളിൽ ഈ നാട്ടിൽ നിന്ന് കളവ് പോയ പല സാധനങ്ങളും ഈ ഒറ്റ ഓപ്പറേഷൻ കൊണ്ട് നമ്മൾ പൊക്കി. കൂട്ടത്തിൽ ചിന്നക്കുറുപ്പിന്റെയും ഭാര്യയുടെയും ക്രൂരത സഹിക്ക വയ്യാതെ മരിക്കാൻ പോയ തങ്കം പോലത്തെ ഒരു പെണ്ണിനെയും കിട്ടി. എന്നാ അടുത്ത ഓപ്പറേഷൻ വേഗം നടത്തിയ വേറൊരു പെണ്ണിനെയും കൂടെ കിട്ടിയെങ്കിലോ? വെറുതെ തനിക്ക് പണിയില്ലാത്ത